നമസ്കാരം. ബിഗ് ബോസ് ഹാപ്പി ഓണം. ഉച്ച കഴിഞ്ഞ് ഇവരുടെ അത്തപ്പൂക്കള മത്സരം ഒക്കെ കഴിഞ്ഞതിന് ശേഷത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല, ഫുഡ്. അതായത് അവർക്ക് നല്ല രണ്ട് പായസവും പാലടയും മറ്റേ ബോളിയും ഒക്കെ ഉൾപ്പെടെ അവർക്ക് നല്ല ഒന്നാന്തരം സദ്യ ബിഗ് ബോസ് തന്നെ കൊടുത്തു. അവർ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ഞാൻ തന്നെ നിങ്ങൾക്ക് സദ്യ തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ നല്ല ഒരു സമയം എടുത്തത് കഴിക്കുന്നതൊക്കെ സീനാണ് ഉച്ച കഴിഞ്ഞുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ടാസ്ക്, അതായത് ഇന്നലെ ഒനിയിലും നൂറയും ജയിച്ച ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഇത് ബോളും കൊണ്ട് പോകുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ടാസ്ക് ആണ് ഇന്ന്. അവർ തമ്മിലുള്ള മത്സരം ഉച്ച കഴിഞ്ഞ് നടന്നു. അതായത് നൂറയും ഒനിയിലും കൂടെ എതിർ ദിശയിൽ ഇരിക്കുക, തൊപ്പിയാൽ ഇങ്ങനെ പിടിക്കത്തക്ക, അതായത് നൂറയുടെ കൈ ഒനിലിന്റെ തൊപ്പിയിലും ഒനിലിന്റെ കൈ നൂറയുടെ തൊപ്പിയിലും ഇങ്ങനെ പിടിക്കത്തക്കവണ്ണം ഇരിക്കുന്നു. രണ്ടുപേരുടെയും വലത് സൈഡിൽ ഓരോ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ ഈ തൊപ്പി തൂക്കണം. അതായത് ഫിസിക്കലായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ക്യാപ്റ്റന്മാരെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു സംഭവമാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തർക്ക്, ജിസേലിനും ശൈത്യക്കും ഒക്കെ ഫിസിക്കലി സ്ക്രാച്ചസും വൂൺസും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർ അങ്ങനെയുള്ള ഒരു ടാസ്ക് വേണ്ടാന്ന് വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രശ്നമാണല്ലോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായി ചെയ്യാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൽ 3 റൗണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ 2 റൗണ്ട് ഒരാൾ തന്നെ ജയിച്ചാൽ മൂന്നാമത്തെ 2 പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 റൗണ്ട് ജയിച്ചതും നൂറയാണ്. അതുകൊണ്ട് നൂറയ്ക്കാണ് 3 കാര്യങ്ങൾ, അതായത് ഇമ്മ്യൂണിറ്റി പവർ, എവിക്ഷൻ പവർ, ഫാമിലിയെ കൊണ്ടുവരാനുള്ള പവർ, അങ്ങനെ 3 കാര്യങ്ങൾ. ഒന്നുകിൽ നൂറയ്ക്ക് തന്നെ 3 എടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം വേറെ ആക്കി കൊടുത്തിട്ട് 2 നൂറയ്ക്ക് എടുക്കാം. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അഭിലാഷും ബിന്നിയുമായിരുന്നു നൂറയുടെ ടീമിലുണ്ടായിരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അറിയാം, നൂറയ്ക്ക് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ആദിലയാണല്ലോ. അപ്പം പുള്ളിക്കാരി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി തന്നെ പറഞ്ഞു, എനിക്ക് ഫാമിലി വേണം എന്നില്ല, വേണ്ട, മറ്റ് 2 ഞാൻ എടുക്കുവാണെന്ന്. പക്ഷെ അത് നൂറ കാണിച്ചത് അഭിലാഷ് കട്ടയ്ക്ക് കൂടെ നിന്നാണ് അഭിലാഷിനോട് എന്തെങ്കിലും ഒരു ടാസ്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഒരു അത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി. ഞാൻ അതിനകത്ത് ഒരെണ്ണം ഫാമിലി എന്നുള്ളത് ബിന്നിക്കാണ് കൊടുത്തത്. ബിന്നിയുടെ, അതായത് ബിന്നിലിൻ്റെ നുബിനെ കൊണ്ടുവരാനുള്ള ഒരു ഫാമിലിയെ കൂടെ ഒരാഴ്ച നിർത്താനുള്ള ഒരു ദിവസം സാധാരണ, ഒരാഴ്ച നിർത്താനുള്ള ഒരു ഫാമിലി ഇതാ കൊടുത്തത്. പിന്നെ ഇമ്മ്യൂണിറ്റി, അതായത് 3 ആഴ്ച എവിക്ഷനിൽ വരാതിരിക്കാനുള്ള ഒരു പവർ, അതാണ് ഇമ്മ്യൂണിറ്റി പവർ. അത് നൂറ എടുത്തു. അതേപോലെ തന്നെ എവിക്ഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ എവിക്റ്റ് ചെയ്യാനുള്ള പവറും കൂടെ നൂറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും നൂറ എന്നെ എവിക്റ്റ് ചെയ്യല്, രാജ്യം കാല് തൊട്ട് ഒഴിവൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഉച്ച കഴിഞ്ഞ് നടന്നത്. ഇനി വൈകുന്നേരം ചിലപ്പം ക്യാപ്റ്റൻസി ടാസ്ക് കാണും. അതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം.